സ്വതന്ത്രമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും എല്ലാവർക്കും സ്ത്രീകൾക്കടക്കം പ്രത്യേകം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. MLA സ്ഥാനം രാജിവേ, രാജിവെച്ച് പോപുറത്ത് മാങ്കൂട്ടമേ, ഇടനവീര മാങ്കൂട്ടമേ, രാജിവെച്ച് പോപുറത്ത് നാട്ടുകോഴി മാങ്കൂട്ടമേ, രാജിവെച്ച് പോപുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. പ്രതി എന്ന നിലയിൽ ഇനി പോലീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. യുവ നേതാവിനെ പുറത്താക്കി തങ്ങൾ ഒരു മാതൃകാ പാർട്ടിയാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമക്കുരുക്ക് മുറുകുമ്പോൾ അത് ഷാഫി പറമ്പിലിന് വെറുതെ കൈകഴുകി പോകാനാകുമോ? പാലക്കാടിന് രാഹുലിനെ സമ്മാനിച്ചത് ഷാഫിയാണ്. പാർട്ടിക്ക് ഒരു അസറ്റ് എന്ന നിലയിലാണ് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തിയത്. പ്രാദേശിക എതിർപ്പുകളെ മറികടന്നാണ് MLA ആക്കി വിജയിപ്പിച്ചെടുത്തത്. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർ ഇപ്പോൾ ഷാഫി പറമ്പിലിന് നേരെ വിരൽ ചൂണ്ടുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാൻ ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ? രാഹുൽ മാക്കൂട്ടത്തിന് പിന്നിൽ ഷാഫിയുണ്ടെന്ന് ആരോപിക്കുന്നവർക്ക് മുന്നിൽ അങ്ങനെ ഇല്ലെന്ന് തെളിയിക്കാൻ പാർലമെന്റ് അംഗത്തിന് കഴിയുമോ? പ്രിയ ശിഷ്യനോട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുമോ ഷാഫി പറമ്പിൽ? ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ, ഇടതുമുന്നണി പടക്കം പൊട്ടിച്ചാഘോഷിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്തു പറയും, എന്ത് നിലപാട് സ്വീകരിക്കും? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒടുവിൽ പാർട്ടിയും രാഹുൽ മാക്കൂട്ടത്തിനെ കൈവിട്ടിരിക്കുന്നു. ഒരു അനിവാര്യമായ പതനത്തിലേക്കാണ് രാഹുൽ വീണിരിക്കുന്നത് എന്ന വിമർശനങ്ങൾ വരുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പലരും ഉന്നയിക്കുന്നു. രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് MM ഹസനെ പോലുള്ള നേതാക്കൾ അടിവരയിട്ട് പറയുന്നു. എന്നോടൊപ്പം ബാലകൃഷ്ണൻ വടകര ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, വടകരയിലെ MP ആണ് ഷാഫി പറമ്പിൽ. ഇപ്പോൾ വിരൽ ആളുകൾ ചൂണ്ടുന്നത് ഷാഫിക്ക് നേരെയാണ്. വടകര MP എന്ത് പറയും? സാർ നമസ്കാരം. നമസ്കാരം സാറ് കുറെ ദിവസം മിസ്സായിരുന്നു, എല്ലാവരും ചോദിച്ചു, സാറിന്റെ വിവരം കേട്ടു. ശ്രീ ബാലകൃഷ്ണൻ എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു, വളരെ സന്തോഷം. പക്ഷെ നമ്മൾ വന്ന ദിവസം ഒരു വളരെ തീപിടിച്ച വാർത്താ പ്രാധാന്യമുള്ളൊരു ദിനത്തിലായിപ്പോയി അല്ലേ? അല്ല സാർ, കോൺഗ്രസിന്റെ രാഹുകാലം 14-ാം തീയതി ആരംഭിച്ചതല്ലേ സാർ, കഴിഞ്ഞ മാസം ആണോ? കോൺഗ്രസിന്റെ രാഹുകാലം. കോൺഗ്രസിന് അഭിമാനത്തോടെ ആ സമയത്ത് MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ബഹുമാനായ KC വേണുഗോപാലൻ സാറിന് എത്ര അന്തസ് ഉണ്ടായിരുന്നു ഇപ്പോ. കാരണം എന്താണെന്നറിയോ, ഒരു സ്ത്രീനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ 2, 3, 4 തട്ടില്. കോൺഗ്രസിന് ഇനിയെങ്കിലും ഒരു ബുദ്ധി വേണ്ടേ? കാരണം അവര് രാജ്യത്തോടനീളം തകർന്നുകൊണ്ടിരിക്കുക. അവരെന്താ പറഞ്ഞ, ബീഹാറിൽ 14 വരട്ടെ, അവർക്കപ്പോഴും രാഷ്ട്രീയ ജനങ്ങളോട് ഏതായാലും അതിൽ ഞാൻ ശ്രീ ബാലകൃഷ്ണൻ വടകരയെ അഭിനന്ദിക്കുകയാണ്. ബാലകൃഷ്ണൻ വടകര അന്ന് എന്നോട് പറഞ്ഞു ബീഹാറിൽ നിങ്ങളുടെ പാർട്ടി നില മെച്ചപ്പെടുത്തുമെന്നാണ്. ഏതായാലും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ രാഷ്ട്രീയ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റായി. രാഷ്ട്രീയ കാൽക്കുലേഷൻസ് ആണോ അതോ പാർട്ടിയോട് ഉള്ളൊരു അഭിപ്രായം കൊണ്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഓക്കെ, വളരെ നന്ദി. നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞു. ഷിജു എന്നോടൊപ്പം ചെയ്യുന്നു. നമസ്കാരം എന്ന് പറയുന്നു. സുഖമാണോ എന്ന് ചോദിക്കുന്നു. സത്യമേവ ജയതേ, എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും എന്ന് എന്നോട് പറയുന്നു. 2024 ഡിസംബർ 4 പാലക്കാട് നിന്ന് ജയിച്ചു നിയമസഭയിലേക്ക് 2025 ഡിസംബർ 4 പീഡനക്കേസിൽ കേരളത്തെ നാട്ടിച്ച് ജയിലിലേക്ക് എന്ന് എനിക്ക് കുറിപ്പയക്കുന്നു VM ഷെരീഫ്. അത് ഒരു വളരെ ഉപമയും പ്രാസവും ഒപ്പിച്ച ഒരു കുറിപ്പായി പോയി ഷെരീഫെ. ഓക്കെ, അപ്പോൾ സുനിൽ കുമാർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി കോലംപറപ്പത്ത്. ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് വിളിക്കും. ശ്രീ ദിവാകരൻ, നമുക്കിന്ന് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് വളരെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൊണ്ട് ചോദിച്ചേ ഹെൽത്ത് വെൽത്ത് 2-3 പ്രാവശ്യം ഞാൻ അന്വേഷിച്ചു. അറിഞ്ഞു ഞാൻ ഇല്ലാത്ത ദിവസം എന്നെ ശ്രീ ദിവാകരൻ അന്വേഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ആ സ്നേഹത്തിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. ഹെൽത്ത് വെൽത്ത് എല്ലാം പ്രൊട്ടക്ട് ചെയ്ത. പിന്നെ സാറേ, അയൺ മാഗ്നറ്റിന് അട്രാക്ഷൻ ചെയ്യുന്ന ഇരുമ്പും കാന്തവും തമ്മിൽ ആകർഷിക്കുന്നത് പോലെ ഉഭയ സമ്മതത്തോടെ എല്ലാം അത് എടുത്തു ചാടി ഭാവി ഭവിഷ്യത്ത് ഒന്നും മനസ്സിലാക്കാതെ ഇത്തരം കെണിയിൽ പെടുത്തുന്നവരും കെണിയിൽ പെടുന്നവരും ഇനിയെങ്കിലും മനസ്സിലാക്കുക. അവർക്കെല്ലാം ഒരു പാടായി ഈ ജാമ്യം കൊടുക്കാതെ വിധി.
സാറേ. അപ്പൊ രണ്ടുപേരും ശ്രദ്ധിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. ശരി, അതെ അതെ, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മഹേഷ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത്. മഹേഷ്, ഇത് ഷാഫിക്ക് ഒരു കുരുക്കാകുമോ? ഷാഫിയാണ് രാഹുലിനെ കൊണ്ടുവന്നത്, പരിചയപ്പെടുത്തിയത്, പാലക്കാട്ടിൽ MLA ആക്കണം എന്ന് വാശി പിടിച്ചത്, ഒടുവിൽ അവിടെ നിർത്തിയത്, മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത്, വിജയിപ്പിച്ചത്, ആ വിജയത്തിൻ്റെ അവകാശം ഏറ്റെടുത്തത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ത് പറയാനുണ്ടാകും? ഷാഫി പറമ്പിൽ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും കാണത്തില്ല മനു. അത് ഇപ്പം ഷാഫി അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രായത്തിൽ ഉള്ള ഒരു അനിയനെ പോലെ കണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹം ഇതിനകത്ത് പിന്തുണയ്ക്കുന്നതൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ CPM ഇത് വലിയ ആഘോഷമായിട്ട് അവിടെ കൊണ്ടു നടക്കുന്നുണ്ട്. CPM ഇത് ആഘോഷിക്കാനായിട്ടുള്ള യാതൊരു ഷാഫി പറമ്പിൽ അങ്ങനെ പറയുമോ? ഇല്ലില്ല, ഒരിക്കലും. ഷാഫി പറമ്പിലിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ല മനു. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ഇത് വലിയൊരു ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നു. അവര് പടക്കം പൊട്ടിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇത് പറയാനായിട്ടുള്ള യോഗ്യത ഒന്നുമില്ല. കാര്യം അവരുടെ ഒരു ലോഡ് കോഴി ഫാം വളർത്തുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ അവർക്കുണ്ട്. അപ്പൊ അവർക്ക് ഇത് പറയാനായിട്ടുള്ള യാതൊരു യോഗ്യതയില്ല. രണ്ടുപേരും കണക്കാണെന്നല്ലേ ഇപ്പൊ അവര് പറയണേ. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാര്യം കോൺഗ്രസ് പാർട്ടി ഇതിനകത്ത് ഒരു നിലപാടെടുത്ത് ആദ്യമേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ആരോപണം വന്നപ്പോ തന്നെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ഇതെല്ലാം കോൺഗ്രസ് പാർട്ടി ചെയ്തു. ഇവിടെ ശബരിമലയിലെ കൊള്ള നടത്തി 2 സഖാക്കന്മാരകത്ത് കിടക്കുന്ന ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത് നിങ്ങൾക്ക് കെണിയാവോ മഹേഷ്? ഒരിക്കലും ആവത്തില്ല മനു. ഇതെങ്ങനെ കെണിയാവുന്നേ? ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കപ്പെട്ട നിലപാടാണ്. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി നിലനിർത്തി കാണിച്ചിരിക്കുക. ഇവിടെ വനിതാ മതിലും ബാക്കിയുള്ളതും കെട്ടുന്ന CPM-നെ പോലുള്ള പാർട്ടിക്കാർ ഇത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം അവർ ഈ പടക്കം പൊട്ടിക്കാനും ലഡു കൊടുക്കാനൊക്കെ പോവാൻ. അല്ല, പക്ഷെ മുകേഷ് പെട്ടപ്പോ നിങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് കോഴി ഇതൊക്കെ എടുത്തുകൊണ്ട് നടന്നതല്ലേ? മുകേഷിന്റെ കാര്യം പറഞ്ഞാലും ഒരു കാര്യമുണ്ട്. മുകേഷിനെതിരെ കേസെടുത്തിട്ടും മുകേഷിനെതിരെ പാർട്ടി നടപടി എടുക്കുന്നുണ്ടോ? ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. സംരക്ഷിക്കുമല്ലേ ഇപ്പോഴും. MLA സ്ഥാനം രാജിവെച്ചില്ല, പാർട്ടിക്കകത്ത് പുറത്താക്കിയിട്ടില്ല, ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ലല്ലോ. പിന്നെ അവർക്ക് കോൺഗ്രസിനെ വിമർശിക്കാനായിട്ടുള്ള യാതൊരു റൈറ്റും ഇല്ല. ശരി, ഏതായാലും മഹേഷിന്റെ അഭിപ്രായം അതാണ്, വ്യക്തമാണ്. ഓക്കെ, ക്ലിയർ ആണ് മഹേഷ്. ഓക്കെ, അപ്പോൾ പ്രേമൻ ചെന്നൈയിൽ നിന്ന്, ശ്രീ പ്രേമൻ കുറേ ദിവസമായി ചെന്നൈയിൽ നിന്നാണ്, കുറേ ദിവസമായി വിളിച്ചിട്ട്. സുഖമായിരിക്കുന്നോ ശ്രീ പ്രേമൻ? അതെ അതെ അതെ. അപ്പൊ ഈ ചെന്നൈയിലെ മലയാളികളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ ശ്രീ പ്രേമൻ ഈ വിഷയം? എല്ലാ മലയാളികളും ചർച്ച ചെയ്യുന്നുണ്ട്. കേരളം നമ്മളെ മലയാളികൾക്ക് തന്നെ ഒരു നാണക്കേടായിട്ട് ഒരു MLA പിന്നെ ഒരു സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലാകാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു നാണക്കേടാണ്. കാരണം നാട് മലയാളികൾ പൊതുവില് മലയാളികൾ പൊതുപ്രവർത്തകര് അല്ല. പക്ഷെ ഇത് ആദ്യത്തെ MLA അല്ലല്ലോ, ഇത് കുറെ MLA-മാർ ഇങ്ങനെ സ്ത്രീ പീഡന കേസ്. മുകേഷിനെ പറ്റിയെല്ലാം പറയുന്നത് പറഞ്ഞാല് 11 വർഷം മുമ്പിലുള്ള ഒരു സംഭവം. അത് എന്താന്ന് പിന്നെ മുകേഷ് എന്താ പറഞ്ഞെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വാചകത്തിൽ ഒതുങ്ങുന്നു. മറ്റാരും കയറിപ്പിടിച്ച് ഇങ്ങനെ കീഴ്പ്പെടുത്തിയിട്ട് പിന്നെ പുലിയോ നരിയോ വരുമ്പോ വന്ന് കയറിപ്പിടിച്ച് അങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടൊന്നുമില്ല ഒരു MLA കേരളത്തിൽ. അപ്പൊ അങ്ങനെ പറയാന്ന് വെച്ചാൽ പിന്നെ കോവള MLA ഇല്ലേ, ആ കോവള MLA പിന്നെ എന്താ വിൻസെന്റ്, അദ്ദേഹത്തിനെ ഇതുപോലെ ഒരു സ്ത്രീ പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത് പിന്നെ അദ്ദേഹം തിരിച്ച് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടില്ലേ. അങ്ങനെ പല ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും CPM-ന്റെ ആൾക്കാർ അങ്ങനെ ആദ്യം ഇവിടെ ആനയിച്ച് കൊണ്ടുവന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് പറഞ്ഞാല് ആരാലും ശരി ഏത് രാഷ്ട്രീയ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവര് മാതൃകാപരമായി നടപടിയെടുത്തു, ആളെ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് മാറ്റി. പക്ഷെ CPM അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ജാമ്യം റദ്ദാക്കിയ ജാമ്യം പോലും മുൻകൂർ ജാമ്യം പോലും പിന്നെ കൊടുക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷം അവർ പുറത്താക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നലെ പുറത്താക്കണ്ടല്ലേ? എന്തുകൊണ്ട് ഇന്നലെ പുറത്താക്കില്ല? ഇന്നലെ പുറത്താക്കില്ല ഒരു മാതൃക നടപടി എന്ന് പറയാ. ഇതാ മാതൃക നടപടി എന്ന് പറയാൻ പറ്റുക? ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. ഏതായാലും അവിടെ ചെന്നൈയിൽ ഇപ്പോൾ മലയാളികളുടെ ഒരു നിലപാട് എന്ന നിലയിൽ ശ്രീ പ്രേമൻ ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അനഘ എന്നോടൊപ്പം ചേർന്നിട്ട്. അനഘ, ഞാൻ ഒരു മിനിറ്റ് അനഘയിലേക്ക് വരാം. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്ന്. അരുന്ധതി പറയുന്നത്, ഹായ് മനു, രാഹുൽ രാജിവെക്കണം എന്ന് തന്നെയാണ് അരുന്ധതിയുടെ അഭിപ്രായം. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നത്, നമസ്കാരം സാർ, കഴിവുകെട്ട ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിട്ട ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഷാഫി. ശരി, ഓക്കെ. അപ്പോൾ പ്രമോദ് എന്നാണ് പറയുന്നത്, ഷാഫിയും ശ്രീകണ്ഠനും അറിയാതെ എന്ത് കളി എന്നാണോ ചോദിക്കുന്നത്. ഓക്കെ, പൊതുവേദി ഒരു രാഷ്ട്രീയ അന്ധത ബാധിച്ച് ആളുകൾ നിലപാട് പറയുമ്പോൾ അത് സത്യമായി പറയണമെന്നാണ് മണികണ്ഠൻ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയം അല്ല എന്ന് ശ്രീദേവി പറയുന്നു. കടലിലെ വെള്ളമാണെങ്കിലും വെറുതെ കോരിക്കുടിക്കരുത്. ഇല മുകളിൽ ചാടിയാലും മുള്ളിൽ ചാടിയാലും മുള്ളിലയിൽ ചാടിയാലും ഇപ്പോൾ
മുള്ളിനാണ് നാണക്കേട് എന്ന് ഒരു രീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുള്ളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ശ്രീവിദ് ദേവി എന്നോട് പറയുന്ന ഒരു MLA-യുടെ അവിഹിതം എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുക എന്നെന്നോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ജയൻ ചേട്ടന് സുനിൽ ജയകുമാർ, ശ്രുതി എന്നോടൊപ്പം മഹേഷ് കൊല്ലത്ത് ഉള്ള മറുപടി എൽദോസ് കുന്നപ്പള്ളിയും വിൻസെൻറ്റുമാണ് എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മാങ്കൂട്ടത്തിൻ്റെ ഷാഫിയെയും പൂട്ടണമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സ്വന്തം പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾ വളരെ മോശം അനുഭവമുണ്ടായാൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നവർ ഇത്രനാളും മിണ്ടാതിരുന്നത് ആണിത് വലിയ പ്രശ്നമാകാൻ കാരണമെന്ന് സുനിൽകുമാർ പറയുന്നു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സതി ബാബുരാജിനെയും കാണുന്നു. താങ്ക് യു സോ മച്ച് സതി ബാബുരാജ്. അപ്പോൾ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട് അനഘ മാവേലിക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അനഘ, ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ കേസ് ഇങ്ങനെ വരുമ്പോൾ ഇത് ഷാഫി പറമ്പിലിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ അനഘ? പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിന് ഒരു പിൻഗാമിയായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണത്തിലും അയാൾ ജയിച്ചപ്പോഴും എല്ലാം ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അപ്പൊ ഈ പരാതികൾ നേരത്തെ തന്നെ പല പല കോൺഗ്രസ് നേതാക്കൾക്കും പോയിട്ടുണ്ട്. പിന്നീടാണ് ഇത് ഒരു മീഡിയ പബ്ലിസിറ്റിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിന് ഇങ്ങനെയുള്ള പരാതികളെ പറ്റി അറിവുണ്ടായിരിക്കാം, ഉണ്ടോ ഇല്ല നമുക്ക് അറിയത്തില്ല, പക്ഷെ അയാൾക്കും ഏകദേശമൊക്കെ അറിയാമായിരിക്കാം. പിന്നെ ഷാഫി പറമ്പിൽ ഇയാളെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ബാക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളായ നിലയിലും അയാൾക്കെതിരെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ പറയുന്ന ഷാഫി നേരിടേണ്ടതായിട്ട് വരുമായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച്. ഓക്കെ, വ്യക്തമാണത് ശ്രീ അനഘയുടെ അഭിപ്രായം. KG കുമാർ എന്നോടൊപ്പം ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ കുമാർ. ഹലോ, പറഞ്ഞു. എന്താണ് കുമാർ, ഈ കൊട്ടാരക്കാരൊക്കെ എന്താ പറയുന്നത്? അവിടെ ഈ വാർത്തയൊക്കെ എത്തിയപ്പോൾ എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ്സുകാരുടെ വർത്താനം കേട്ടതൊന്നും ഈ കേരളത്തിലുള്ള പ്രശ്നം അവരെ മാത്രം അങ്ങനല്ല. ഒരു MLA-ക്ക് ഇത്രയും സ്ത്രീകളുമായിട്ട് ഇത്രയും പെൺകുട്ടികളുടെ പരാതി ഉണ്ടാകുക എന്ന് വെച്ചാൽ ഇത് കേരള സമൂഹത്തിന് ആകെപ്പാട് അപമാനമാണ്. അതുപോലെ തന്നെ ഈ ഷാഫിയാണ് ഇദ്ദേഹത്തിന്റെ ഗുരു. ഷാഫി അറിയാതെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ ഒരു പരിധി വിട്ടു കഴിഞ്ഞപ്പോഴാണ് ഷാഫി നാവടക്കി മിണ്ടാതിരിക്കുന്നത്. ഷാഫി അറിയാത്ത ഒരു കാര്യവും ഈ മാങ്കൂട്ടത്തിനില്ല. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ളത് ഷാഫിയാണ്, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ദുബൈയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ സാലി അബൂബക്കർ. പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ വലിയ ചർച്ചാ വിഷയമായി കാണുമല്ലേ പ്രവാസികൾക്കിടയിൽ? സാലി. അതെ, അത് വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ആളുകളൊക്കെ ഇത് എന്താണ് സംഭവിച്ചത്, എന്താ ആളുകൾ പറയുന്നത്? ദുബായിലെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല്, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു ടീം യൂത്ത് മേഖലകളിൽ നിന്ന് വന്ന് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് വളരെ കുറച്ച് നല്ല ചെറുപ്പക്കാർ വന്ന് അതിന്റെ കടൽ കിഴവന്മാർ എന്ന് പറഞ്ഞ് ചിലരെയൊക്കെ മാറ്റി നിർത്തി. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, തീരുമാനം എടുക്കാനും അപ്പോഴും പാർട്ടിക്ക് ഒരു മുകളിൽ ഒരാളില്ലാത്ത ഒരവസ്ഥ പാർട്ടിക്ക് അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അതായത് ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ ഇന്നും കോൺഗ്രസിന്റെ മുകളിൽ ഒരാളില്ല. അതായത് ആ ഒരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവുന്ന ഒരു നേതാവ് കേരളത്തിൽ ഇല്ലാത്തതാണ് ഇതിന്റെയൊക്കെ ഒരു വലിയ പ്രശ്നം വന്നത്. അപ്പൊ എന്തുകൊണ്ട് വെച്ചാൽ ഈ യങ്സ്റ്റേഴ്സ് ഇതിനൊക്കെ ഹൈജാക്ക് ചെയ്തു ഈ അവസരങ്ങൾ. ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല്, കോൺഗ്രസിന് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ കൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തില് ഈ ചെറുപ്പക്കാര് മൊത്തം ഓരോരോ പ്രശ്നങ്ങളിൽ പോയി അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ്. അത് വളരെ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. കാരണം ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാല് BJP എന്നുള്ളൊരു സംഘടന കേരളത്തിൽ ഇല്ലാത്തതാണ്. അവര് വളരെയധികം ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബൈ ഇലക്ഷനില്, പാലക്കാട് മാത്രമല്ല ചേലക്കര ബൈ ഇലക്ഷനില് ഒരു സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 35,000 വോട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾക്ക് കൂടുതൽ വളമാകുന്നത് ഒരു വർഗീയ സംഘടനയ്ക്കാണെന്നുള്ളൊരു ദുഃഖം കൂടി ഇതിന്റെ കൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇതിനെ മോണിറ്റർ ചെയ്യാനും ഈ യുവാക്കളെ മുന്നണിയിലേക്ക് നല്ല രീതിയിൽ നയിക്കാനും കഴിയില്ലാത്ത ഒരു നേതൃത്വമായിട്ട് കോൺഗ്രസ് അധപതിച്ചു കഴിഞ്ഞുള്ളതാണ് കേരളത്തിന്റെ പുതിയ ഒരു രാഷ്ട്രീയം. ഞാനിപ്പോ ഇതിൽ കാണുന്നത്, ഇതില് ഭരണ നേട്ടങ്ങളും അല്ലെങ്കിൽ ഇതിലെ രാഷ്ട്രീയ നേട്ടമൊന്നുമല്ല കാണുന്നത്. ഒരു പാർട്ടി, ഒരു നിലനിൽക്കേണ്ട പാർട്ടികളാണ് ഇതൊക്കെ. കാരണം കേരള രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ ഒരു വർഗീയതയില്ലാത്തൊരു മുന്നോട്ടുള്ള യാത്രയിലേക്ക് ഒക്കെ എല്ലാവരും കൈ നിർത്തേണ്ട ഒരു
അണിനിരക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം അപജയങ്ങൾ വന്ന് ആ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളും ഇത്തരം പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ മനം മടുത്ത് അവർ വേറെ പലതും ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് ഇനിയെങ്കിലും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ അവരവരുടെ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. അതായത് ദുബായിൽ നിന്ന് വിളിച്ചതിൽ വളരെയധികം നന്ദി. അവിടെ നമ്മുടെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കണം. ഏതായാലും അങ്ങ് ഇടയ്ക്ക് കുറച്ച് ദിവസത്തിന് ശേഷമെങ്കിലും അങ്ങുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ സജ്ന ബി സാജൻ, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇപ്പോൾ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിട്ടുണ്ട്. ഞാൻ പാർട്ടിയെ ചതിക്കില്ല, ഇതൊക്കെ സംഭവിക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ എങ്ങനെ അവർ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാം, എന്നാലും എന്നെ അവർ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. എനിക്കെൻ്റെ പ്രസ്ഥാനത്ത് അഭിമാനമുണ്ട്. വൈകിയെങ്കിലും ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി. സ്ത്രീപക്ഷ സംരക്ഷണത്തിനായി വിപ്ലവാത്മക തീരുമാനമെടുത്തതിന് എന്നെ അധിക്ഷേപിച്ച സുഹൃത്തുക്കളോട് എനിക്ക് വിരോധമില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവിന് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടേണ്ടി വന്ന ഒരു വളരെയധികം വേദനിപ്പിക്കുന്നൊരു സാഹചര്യമാണെന്നുണ്ടായിട്ടുള്ളത്. പെണ്ണെ നീ തീയാവുക, നിനക്കു പിന്നിൽ നിയമ സംവിധാനങ്ങൾ, കൂടെ ഞങ്ങളും എന്ന് പറയുകയാണ് സജ്ന ബി സാജൻ. ഓക്കെ, ഇടയം മുരളി എന്നോടൊപ്പം ചേരുന്നു. ഇടയം മുരളി, നമസ്കാരം. എന്താണ് ഈ നാഷണലിസ്റ്റ് ജനതാദള് പ്രസ്താവന എന്തെങ്കിലും ഇറക്കിയോ? ഇതേ മുരളി, എന്താണ്? സാറേ, ഈ പ്രശ്നം തുടങ്ങിയപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്തപ്പം തന്നെ നാഷണൽ ജനതാദളിന്റെ അഭിപ്രായം പറഞ്ഞതാ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ? ഇപ്പൊ പടക്കം പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നത്. അപ്പൊ അത് കൊല്ലത്ത് കളക്ടറേറ്റിനപ്പുറത്ത് MLA താമസിക്കുന്നുണ്ട്, മുകേഷ്. ആ മുകേഷിന്റെ വീട്ടുമുറ്റത്ത് പൊട്ടിത്തീരാത്ത ഒരു പടക്കം പൊട്ടിച്ചാൽ ഒത്തിരിയും കൂടെ ഉചിതമാകാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ നമ്മുടെ കേരളത്തിലെ 1000 പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഭരണകക്ഷിയിലുള്ള 1000 പഞ്ചായത്ത് പ്രതിനിധികളുള്ള പേരിൽ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ, നാഷണൽ ജനതാദളിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കും? ഇങ്ങനെ സ്വയം അവകാശരാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ ഇടയം മുരളി, ഈ നാഷണൽ ജനതാദളിന്റെ ഒരു നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഈ പഞ്ചായത്ത്, ഇത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാ. അത് കൂടുതലും വ്യക്തിപരമായിട്ട് ആളിന്റെ സ്വാധീനവും ഒക്കെ വെച്ചുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ഇത് ഇലക്ഷനെ ബാധിക്കത്തില്ല. പക്ഷേ ഇനി ഈ തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ട് പോകും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ ആണ് എന്ന് പറഞ്ഞവർ എത്ര പേർ CPM-ലുണ്ട് എന്ന് പിന്നെ എന്നോട് ജയകുമാർ ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും പത്മകുമാരും ചേരുന്നതാണ് ഇന്ത്യ മുന്നണി എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും ഒന്നാണെന്നാണ് ഗ്ലാഡിയേറ്ററിൻ്റെ അഭിപ്രായം. ഓക്കെ, സുരഭി എന്നോട് പറയുന്നത് യഥാർത്ഥ വില്ലനായ പഞ്ചാരക്കോയെയും പുറത്താക്കുന്ന ദിവസം മലയാളികൾ പടക്കം പൊട്ടിച്ചാഘോഷിക്കും എന്നാണ് പറയുന്നത്. ഓഹോ, അപ്പോൾ സദാശിവൻ നായർ എന്നോട് പറയുന്നു ഷാഫി പറമ്പിൽ പ്രതിരോധത്തിൽ തന്നെയാണ്. ഷാഫി പറമ്പിൽ നിന്ന് ഒതുക്കിയില്ലെങ്കിൽ അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ അന്തകനായി മാറും. അയാൾ അമിത പ്രാധാന്യം കൊടുക്കരുത്, കോൺഗ്രസ് നേതാക്കൾ അയാളെ കൺട്രോൾ ചെയ്യണം എന്ന് സദാശിവൻ നായർ പറയുന്നു. ഷാഫിയുടെ വലം കൈയാണ് രാഹുൽ എന്ന് അറിയാവുന്നവർ മിണ്ടില്ല. അത് വളമായി പവനായി ശവമായി. ഓക്കെ, സുനില പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, സുനിൽ കുമാർ ചേർന്നിട്ടുണ്ട്. ഷാഫി പറമ്പിൽ രാജിവെച്ചാൽ പിന്നെ ആരാണ് സഖാക്കന്മാരെ എന്ന് ചോദിക്കുന്നു. അലിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായും സാലിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് സദാശിവൻ നായർ പറയുന്നു. അപ്പോൾ നമ്മുടെ സാലിക്ക് ചില പിന്തുണയൊക്കെ കിട്ടുന്നുണ്ട്. രാഹുൽ മാക്കൂട്ടത്തിലും പത്മകുമാറിനും ചേർന്നതാണ് ഇന്ത്യ മുന്നണി എന്നുള്ള ഗ്ലാഡിയേറ്റർ തൻ്റെ അഭിപ്രായം വീണ്ടും പറയും. ഓക്കെ, ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്ന് ചേരാൻ. ശ്രീദാസൻ കുറേ ആയി ശ്രീദാസനുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എന്നെയൊക്കെ അന്വേഷിച്ചു, ഹേബിയസ് കോർപ്പസ് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അല്ലേ? എന്തോ പ്രശ്നം പറ്റിയിരുന്നു. കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടോ. ഒക്കെ ഞാൻ തിരിച്ചു വരാം, അങ്ങയിലേക്ക് തിരിച്ചു വരാം. മധു ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നത്. മധു കേൾക്കാമോ? ശ്രീ മധു ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എനിക്ക് അറിയാവുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറയും. മണ്ണഞ്ചേരി. ഓക്കെ, മനസ്സിലായി. ഞാൻ ഈ ശബ്ദം നേരത്തെ സംസാരിച്ച ഒരു വ്യക്തി പറയുന്നത് കേട്ട് കോൺഗ്രസിന്റെ അപജയം കാരണമാണ് BJP വളർന്നത്. വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വാസ്തവ വിരുദ്ധമാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ?
യഥാർത്ഥ അപജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ പെടുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും വലതുപക്ഷത്തിന്റെ ആണെങ്കിലും കേസുകളിൽ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എത്ര തീവ്രമായിട്ടുള്ള കേസാണെങ്കിലും അവരെ അടുത്ത ഇലക്ഷൻ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ജയിപ്പിച്ചു വിടും. അതാണ് ഇവിടുത്തെ അപജയം, അതൊന്നുമല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല അപജയം. ഇത്തരം ആളുകളെ ജയിപ്പിച്ചു വിടുന്നു, അതാണ് പ്രശ്നം അല്ലേ? തീർച്ചയായിട്ടും ജയിപ്പിച്ചു വിടുന്നത് അതാണ് അപജയം. അല്ലാതെ കോൺഗ്രസിന്റെ അപജയം കാരണം അവിടെ BJP വളർന്നു അല്ല, അതൊക്കെ വെറും വിഡ്ഢിത്തരാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. അജിത്ത് എന്നോടൊപ്പം ചേരുന്ന എറണാകുളത്താണ്. ശ്രീ അജിത്ത് കേൾക്കാമോ? കേൾക്കാം. എന്താണ് അജിത്ത് അവിടെ എറണാകുളംകാരൊക്കെ എന്താ പറയുന്നത്? ഇത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇപ്പൊ അതായത് ഏറ്റവും നല്ല ഭാവിയുള്ളൊരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തില്, അല്ലെ? നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ യുവാക്കളിൽ ഏറ്റവും പെട്ടെന്ന് കയറി വന്നൊരു നേതാവായിരുന്നു. പക്ഷെ അത്രത്തോളം സ്ത്രീകൾക്കിടയിൽ ഒരു കാട്ടുകോഴിയായി മാറിയ ഒരു നേതാവായി മാറിയിരിക്കുകയാണ്. എലി പോലെ പോയി. പക്ഷെ അതിന് നല്ലൊരു കൊട പിടിക്കുന്ന ആൾ കൂടിയാണ് നമ്മുടെ ഷാഫി പറമ്പിൽ. ഷാഫി ഈ ഘട്ടത്തിൽ ഒരു തന്റെ രാഷ്ട്രീയമായ ഒരു ധാർമ്മികത തെളിയിക്കേണ്ട ഒരു സമയമായില്ലേ? ഞാൻ ഇയാളെ വിടുന്നു, ഞാൻ ഇയാൾക്കൊപ്പം ഇനിയില്ല, എന്നെ ഇനി ഇതിനൊപ്പം ചേർത്ത് വായിക്കരുത്, ഞാനല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഇദ്ദേഹം ഇനി കാണിക്കണ്ടേ? തീർച്ചയായും. അത് മാത്രമല്ല, ഇത്രയും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുവന്ന ഒരാൾ ഇത്തരം ഒരു മോശം പരാമർശം വന്നതിൽ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊരു വാക്ക് പോലും പറയാൻ തയ്യാറാവാത്തൊരു നേതാവാണ് ഷാഫി പറമ്പിൽ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അജയ്കുമാർ, ഇത് ഷാഫി പറയുമോ തനിക്ക് തെറ്റുപറ്റിയെന്ന്? അല്ലാതെ ഇത് പറഞ്ഞ് ഒഴിയൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമോ? എന്താ അജയ്കുമാർ തോന്നുന്നു? നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് കണ്ടില്ല. നമ്മൾ കുറച്ച് ദിവസമായി സംസാരിച്ചിട്ട്. ശരിയാണ്. ഞാനൊന്ന് ചെറുതായി കിടപ്പിലായി പോയി കേട്ടോ, അതാണ്. ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷനും അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ. അതെല്ലാം ഭേദപ്പെട്ടല്ലോ. ഭേദപ്പെട്ടു. അപ്പൊ നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ഷാഫി ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, ജാമ്യവും കിട്ടിയില്ല. ഇനി കേസ് അതിന്റെ നിയമം വഴിക്ക് പോട്ടെ. ഇപ്പോൾ ഷഹനാസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് സഹയാത്രിക, അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ നമ്മളെല്ലാം വായിച്ചു കഴിഞ്ഞതിനോട്. അപ്പൊ അവര് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇയാളെ പ്രസിഡന്റ് ആക്കുന്നതിന്റെ തീരുമാനം വന്നപ്പോ തന്നെ ഷാഫിക്ക് എഴുതി കൊടുത്തല്ലോ. ഷാഫിക്ക് എഴുതി കൊടുത്തു. അവരുടെ ഒരു കോൺഗ്രസ് ഗ്രൂപ്പിൽ അവർ മാത്രം കുറെ പേരുള്ള ഒരു കോർ ഗ്രൂപ്പിൽ അവർ പോസ്റ്റ് ഇട്ടു. അയാളോടെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവരെ പരിഹസിക്കുകയാണ് ചെയ്തത്. അവര് തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും അവർക്ക് നേരിട്ട് അനുഭവിച്ച ഒരു ഗുരുതരമായ ആരോപണം അവർ നേരിട്ട് പറഞ്ഞിട്ട് പോലും അതുപോലെയുള്ള പല ആരോപണങ്ങൾ വന്നിട്ടും അതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെക്കായാലും സീനിയറായിട്ടുള്ള പലരെയും ഒഴിവാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് കൊണ്ട് ഇരുത്തണമെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിന് എന്തൊക്കെയോ ഒളിക്കാൻ കാണുമായിരിക്കാം. സംശയിക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ നേരെ കൊണ്ടുവന്ന് പാലക്കാട്ട് കൊണ്ടുവന്ന് ഇലക്ഷൻ നിർത്തുന്നു. അത് ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ KPCCക്ക് മുകളിൽ ഒരു ഹൈക്കമാൻഡായിട്ട് ഷാഫി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം ഇന്ന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് ശേഷമാണ് ഇയാളെ പുറത്താക്കുന്നത്. ഇതിനു മുമ്പ് അവർ പറഞ്ഞു ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത്ര കണ്ട് വൃത്തികെട്ട ഗുരുതരമായ ആരോപണം കേരള ചരിത്രത്തിൽ ഒരു ജനപ്രതിനിധിക്കും എതിരെ വന്നിട്ടില്ല. അത്തരം ഒരു സംഭവം വന്നപ്പോൾ ഇവർ അന്ന് തന്നെ ഇയാളെ പുറത്താക്കേണ്ടതല്ലായിരുന്നു. ഇന്നലെ വരെ ഈ ലാസ്റ്റ് 12 മണിക്കൂർ വരെ അയാളെ പ്രൊട്ടക്ട് ചെയ്തത് KPCC പ്രസിഡന്റിന്റെ മുകളിൽ മറ്റൊരു അധികാര കേന്ദ്രമായിട്ട് ആരൊക്കെയോ പ്രവർത്തിച്ചു, ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമാണത്. സമയക്കുറവുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വീണ്ടും സംസാരിക്കാം. ഏതായാലും എന്നെ അന്വേഷിച്ചതിൽ വളരെയധികം സന്തോഷം. ശ്രീമതി ജയ എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി ജയ എന്നെ കാണാത്തപ്പോൾ അന്വേഷിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു ഇവിടെയുള്ള ആളുകൾ. നമസ്കാരം മനു. എന്ത് പറ്റി മനുവിന്? എനിക്ക് അന്ന് ചെറിയൊരു ശ്വാസ തടസ്സം ഒക്കെ ഉണ്ടായി, ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായി. അപ്പോൾ ബ്രോങ്കൈറ്റിസും ബാധിച്ചു, പിന്നെ ഫ്ലൂ ബാധിച്ചു, അങ്ങനെ വൈറൽ ഫ്ലൂ. അങ്ങനെ കുറച്ച് ഇപ്പൊ ഓക്കെ ആയിന്നാ വിചാരിക്കുന്നത്. പക്ഷെ കണ്ടിട്ടൊന്നും പറയത്തില്ല, സുന്ദരകുട്ടനായിട്ട് തന്നെ ഇരിക്കുക. അത് പക്ഷേ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ മേക്കപ്പിലൊരു ജിത്തു അവൻ വളരെ മിടുക്കനാണ്. അപ്പൊ ഞാൻ എത്ര ഡള്ളായി വന്നാലും അവൻ അത് മേക്കപ്പ് ചെയ്ത് എന്നെ ഒരു നല്ലതല്ലേ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. മനുവിന് അസുഖമാണെന്ന് പറഞ്ഞപ്പോ ഒരു വിഷമമായിരുന്നു. അന്നേരം അസുഖമായിട്ടുള്ള മുഖത്തോടെ വന്ന് നിൽക്കുമ്പോ അതിലും പ്രശ്നമായിരുന്നു. എനിവേ നന്നായിരിക്കട്ടെ, ആരോഗ്യമൊക്കെ നോക്ക്.
പിന്നെ ഇത് എന്തിനാ മനു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിന് ഷാഫിയെ എന്തിനാ പ്രതിരോധത്തിലാവുന്നത്? ആകൂലേ ശ്രീമതി? എത്രയോ ആളുകൾ പരാതി പറയുന്നു. ഇപ്പം നമ്മുടെ ഷഹനാസ് പറഞ്ഞല്ലോ, പരാതി പറയുന്നു, ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴൊക്കെ അവരെയൊക്കെ തള്ളിക്കളഞ്ഞ് ഇയാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ച് അവിടെ പ്രാദേശിക പാലക്കാടുകാർക്കൊക്കെ അവിടെ നിന്ന് ഒരു MLA വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും സമ്മതിക്കാതെ ഒരാളെന്ന നിലയിൽ അവിടെ കൊണ്ടുവന്ന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു, ആളുകളെ അസറ്റെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ജയിപ്പിച്ചു. അപ്പോൾ പിന്നെ ഇനി എനിക്കറിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടുപേര് കൂട്ടുകാര്, ഞാൻ ഒരു തെറ്റ് ചെയ്ത് അതിന് മനുവിനെ ശിക്ഷിക്കണോ? അല്ല, അപ്പൊ ഞാൻ നേരെ തിരിച്ചു നോക്കിയിട്ട് ഞാനൊരു തെറ്റ് ചെയ്താൽ ശ്രീമതി ജയ പറയില്ലേ, ഞാൻ മനുവിനെ പറ്റി ഇങ്ങനെയല്ല വിചാരിച്ചത്, മനു ഒരു നല്ല ആളാണ് എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ മനു ഒന്ന് ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കില്ലേ? അത് നമ്മുടെ ലോജിക്കാണ്. ഞാൻ പറയും, പിന്നെ ഞാൻ ഒഴിവാക്കുകയും ചെയ്യും, മനുവിനെ അങ്ങനെ ഒഴിവാക്കുകയും ഞാൻ ചെയ്യും. പക്ഷേ ഇത് അങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ, രാഷ്ട്രീയപരമായിട്ടല്ലേ അവര്. അപ്പൊ അത് രാഷ്ട്രീയത്തിൽ അവർക്ക് പിരിയാൻ പറ്റാത്ത എന്തെങ്കിലും ഇടപാടുകൾ കാണും എന്ന് കരുതി ഷാഫി പറമ്പിലിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഞാൻ ഈ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അപ്പൊ ഹസ്ബൻഡൊക്കെ എന്താ പറയുന്നത്? ഷാഫിയെ പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, പുള്ളിക്ക് പ്രയാസമിങ്ങനെ ജാമ്യം കിട്ടാത്ത അതെന്റെ വിഷമം കണ്ടിട്ടായിരിക്കണം. പുള്ളിക്ക് പ്രയാസമുണ്ട് കേട്ടോ. സാധാരണ BJP-ക്കാരൊക്കെ സന്തോഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. അല്ല, എന്നാ അവര് സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്കൊക്കെ എത്രയോ കേസുകളുണ്ട്. നമ്മൾ ഒരാളിന്റെ കണ്ടതല്ലേ, ഒരു MP ആ കളിക്കാനൊക്കെ പോകുന്ന പിള്ളേരെ പിടിച്ച് എത്ര പിള്ളേരെ ബലാത്സംഗം ചെയ്ത്, അതൊന്നും ഇപ്പൊ വരുന്നില്ല. തന്നെയല്ല, പാലക്കാടുള്ള ഒരു കൃഷ്ണകുമാർ, അയാള് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല കേട്ടോ, അത് എനിക്ക് അറിയാവുന്ന ഒരു സംഭവമായതുകൊണ്ട് അങ്ങനെയല്ല, അത് തെറ്റായ വാർത്തയാണ്. അത് ഒരു പരാതി പോയി, അത് അവർ തമ്മിലുള്ള ഒരു കുടുംബ വഴക്കാണ്. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും അവരുടെ സഹോദരിയും തമ്മിലുള്ള ഒരു കുടുംബ വഴക്കാണ്. അതിനെ അങ്ങനെ അത് വെച്ചാൽ സ്വത്തുമായി ബന്ധപ്പെട്ട് അവരുടെ അച്ഛൻ സ്വത്ത് കൃഷ്ണകുമാറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് ഭാര്യയ്ക്ക് കൊടുക്കുന്നു. അതിനെ തുടർന്ന് കൃഷ്ണകുമാറും അവരും തമ്മിലൊരു സ്വത്ത് തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ അത് തെറ്റാണ്. അതെനിക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ കൊല്ലത്തിന്റെ ഒരു MLA ഉണ്ട്, പുള്ളി ഇതേ കണക്കൊരു പ്രശ്നത്തിലൊക്കെ ചാടിയത്. അദ്ദേഹത്തിന്റെ മുൻ വൈഫ് സരിത നമ്മുടെ വീണ ജോർജിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് അത് കണ്ടതാ, അബുദാബിയിൽ ഇരുന്നു ഞാൻ ആ ഇന്റർവ്യൂ കണ്ടതാ. അവര് പറയുന്നു അവര് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇയാള് വയറ് നോക്കി ചവിട്ടി കൊടുത്തെന്ന്. അപ്പൊ അവനെയൊക്കെ എന്തോ ചെയ്യണം, ഞങ്ങളുടെ MLA ആണ്. അപ്പൊ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊരു ചെറുപ്പക്കാരനല്ലേ, കെട്ടിയിട്ടില്ലല്ലോ. ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രായമുള്ള ആൾക്കാരത് ക്ഷമിക്കുക. നമ്മുടെ മകനാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ഉടനെ ഇതിന്നൊക്കെ തള്ളിക്കളയോ? ഇല്ലല്ലോ. ശ്രീമതി ജയ, ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ തള്ളിക്കളയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശ്രീ രാഹുൽ അല്ലല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴി വേറെയാ. മനു ഇപ്പം ഒരു പബ്ലിക് ഫിഗറായിട്ട് TV-യിൽ നിൽക്കുന്നതേ ഉള്ളൂ. മറ്റേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി മൊത്തം പോയില്ലേ. മനുവിന് രക്ഷപ്പെട്ടു പോകാം, ഞാൻ തള്ളിപ്പറഞ്ഞാലും. പക്ഷെ ഈ പയ്യൻ അങ്ങനല്ലല്ലോ, രാഷ്ട്രീയ ഭാവി മുഴുവനും പോയി. ഇനി അവൻ എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടോ മനു എന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് പറഞ്ഞതാ, രണ്ടും രണ്ട് രീതിയിൽ കാണണ്ട. മനുവിന്റെ കാര്യം വേറെ, മനു ഒരു പബ്ലിക് ഫിഗറാണ്, മനുവിന് വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാം. ഇവന് എന്താ ചെയ്യുന്നത്? അവന്റെ രാഷ്ട്രീയ ഭാവി മൊത്തവും പേരുള്ള ഒരു വിഷമം എനിക്കുണ്ട്. മനു, ഞാൻ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാം, എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ പിന്നെ എനിക്കൊരു ജോലി കിട്ടും. അപ്പൊ ശ്രീമതി ജയ തള്ളിപ്പറയൊന്നും ഞാൻ തരും ഒരു ജോലി. എന്റെ മോൻ അബുദാബിയിൽ സ്വന്തമായിട്ടൊരു കമ്പനി നടത്തുകയാണ്, അവിടെ ഒരു ജോലി ഞാൻ തരും. ശരി ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് ജോലി തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്നേഹമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഏതായാലും കൊള്ളാം. ഏതായാലും അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം രാധാകൃഷ്ണൻ വൈറ്റിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ഹലോ. അപ്പോൾ സംഗതി ഇനിയിപ്പോൾ കീഴടങ്ങിയ വഴിയുള്ളൂ. കോടതി വിധി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണമെങ്കിൽ വീണ്ടും അടുത്ത മേൽക്കോടതിയിൽ പോകാം, ജാമ്യാപേക്ഷ സമർപ്പിക്കാം, ഹൈക്കോടതിയിൽ ഓൺലൈനായി സമർപ്പിക്കാം, അടുത്ത ദിവസം പുറത്തു വരും അല്ലേ? അതെ. എന്ത് തോന്നുന്നു? ഇത് ശരിക്കും ഇപ്പൊ കോൺഗ്രസ് പാർട്ടി നടപടിയൊക്കെ എടുത്തു കഴിഞ്ഞു. കാരണം ചെറുപ്പക്കാരുടെ നല്ലൊരു കാലഘട്ടമായിരുന്നു, അത് വളരെ ഭംഗിയായിട്ടൊക്കെ ഇത് ചെയ്തെങ്കിലും ഇങ്ങേര് ഈ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം വന്നപ്പോ കോൺഗ്രസ് നടപടിയൊക്കെ എടുത്തു. ഇനി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ നടപടിയായി. പക്ഷെ ഇത് അറസ്റ്റ് ചെയ്യാത്ത എന്താണ്? ഈ ഒളിച്ചിരിക്കുന്നവരെ പിടിക്കാനല്ലേ പോലീസ്.
ഒളിച്ചിരിക്കുന്ന കള്ളന്മാരെയല്ലേ പോലീസ് പിടിക്കണം, പോലീസ് അതിനല്ലേ വേണ്ടത്. പക്ഷെ പോലീസ് ഈ സ്ഥലമൊക്കെ മനസ്സിലാക്കി അവിടെ എത്തുമ്പോഴേക്കും പോലീസിനകത്ത് തന്നെ ആരെ വാർത്ത ചോർത്തുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഈ പോലീസ് ജാമ്യം കിട്ടാനുള്ള അവസരം ഇപ്പൊ ഹൈക്കോടതി പോകുമ്പോഴത്തേക്ക് അവിടെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെറുതെ പോയില്ലേ ഇത്രയും ഇത് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം പോലീസ് ഒരുക്കി കൊടുക്കണമെന്നും നമുക്ക് ഒരു ഉണ്ട്. പിന്നെ ഇനിയിപ്പം ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇനിയിപ്പോ നാളെ നമ്മൾ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കാണാൻ കഴിയുമെന്നും കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നീക്കങ്ങൾ വരുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ MA ഷഹനാസ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു. അവരിട്ടിരിക്കുന്നു, പുറത്താക്കി കോൺഗ്രസ് എന്നെയല്ല രാഹുൽ മാക്കൂട്ടത്തിലിനെ. എന്നെ റിമൂവ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത വ്യക്തി തന്നെ എന്നെ തിരിച്ചെടുത്തു എന്ന് MA ഷഹനാസ് പറയുന്നു. ഈ നിമിഷം ഞാൻ കോൺഗ്രസ്സിന് അകത്താണ് എന്ന് പറയുന്നു. സ്ത്രീകൾക്കൊപ്പം കോൺഗ്രസ് നിൽക്കുന്ന ഈ ശക്തമായ നിലപാട് തനിക്ക് അഭിമാനമുണ്ടാക്കുന്നു എന്ന് കൂടി ഷഹനാസ് പറയുന്നു. അപ്പോൾ ഇനി ട്രോളുള്ളവർക്ക് ട്രോളാൻ ഒരു ഫോട്ടോയും ഇട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. അപ്പോൾ സെബാസ്റ്റ്യൻ എന്നോട് പറയുന്നു, എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പറയുന്നുണ്ട്, വിൻസെൻറ്റിൻ്റെ പേര് പറയുന്നുണ്ട്, MLA എക്സ് ഫ്രം ട്രിവാൻഡ്രം എന്നൊക്കെ പറയുന്നുണ്ട്, കോൺഗ്രസ് എന്ന് പരിഹസിക്കാം. സെബാസ്റ്റ്യൻ സിയെ അങ്ങനെ ഓക്കെ വയസ്സായവരും സൂക്ഷിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. യു ആർ റൈറ്റ്, സെയിം ലൈക്ക് ഹൗ ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ജമ്പ് ചെയ്ത് പോയതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ പറ്റിയത്. അപ്പോൾ ശ്രീമതി ജയയുടെ അഭിപ്രായം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ശ്രീ സദാശിവൻ നായർ എന്നോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സദാശിവൻ നായർ പറയുന്ന, ഒരു കോൺഗ്രസ്സുകാരനായി ഞാൻ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത അനങ്ങാപ്പാറ നയത്തിലേറെ ദുഃഖിതനാണ്. ഇന്നാണ് അല്പം ആശ്വാസം തോന്നുന്നത് എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു, ഷാഫിക്ക് ആർജവമുണ്ട്. രണ്ട് ദിവസം മുമ്പ് ഷാഫി ആ ആർജവം 2 ദിവസം മുമ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പാലക്കാട് കൊണ്ടുവന്നതിലും ചില ലക്ഷ്യങ്ങൾ ചില കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായിരുന്നു എന്ന് PV സുബ്രഹ്മണ്യൻ പറയുന്നു. അപ്പോൾ മനു ആരോഗ്യം നന്നായി സൂക്ഷിക്കണം എന്ന് എന്നോട് സദാശിവൻ നായർ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു സ്നേഹമാണ് സത്യത്തിൽ എനിക്ക് പലപ്പോഴും ഈ പൊതുവേദിയിൽ വരുമ്പോൾ കിട്ടുന്നത്. അത് ഭയങ്കരമായൊരു സന്തോഷമാണ്. കാരണം നമുക്ക് സാധാരണ ഒരു ടെലിവിഷൻ ആങ്കറിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾ നമ്മളുടെ വ്യക്തിപരമായ ആ ഒരു ഇടത്തേക്ക് കൂടി അവർ നിൽക്കുമ്പോൾ അത് വലിയൊരു സ്നേഹവും ആ സന്തോഷവും ഒക്കെ നൽകുന്നുണ്ട്. ഓക്കെ, ശ്രീ സുബ്രഹ്മണ്യൻ PV സുബ്രഹ്മണ്യൻ പറയുന്നു, പാലക്കാട് കൊണ്ടുവന്നതിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നു, സോണിയ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കും ഇത് എന്താണ് ഇത് അവർ നടപടി എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ജയയുടെ അഭിപ്രായം അംഗീകരിക്കുന്നില്ല എന്ന് സദാശിവൻ നായർ പറഞ്ഞല്ലോ, അത് ഞാൻ വായിച്ചു. ഓക്കെ, അപ്പോൾ EMS മുതൽ AKG പിണറായി ഒക്കെ എത്ര പ്രാവശ്യം തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നുണ്ട്. ഓക്കെ, ഷിജു എന്നോട് പറയുന്നു, യു ആർ റൈറ്റ്, സെയിം ലൈക്ക് ഹൗ പോലീസ് ഹെൽപ്ഡ് ഓക്കെ സാഹുലിനെ സഹായിക്കുന്നു പോലീസ് എന്നാണ് പറയുന്നത്. പ്രദീപ് എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. പ്രദീപേ, ഹലോ ശ്രീ പ്രദീപ്. യെസ് പ്രദീപ്. അപ്പൊ സംഗതി ഇപ്പൊ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ശ്രീ പ്രദീപ്. ഇനി ഷാഫി പറമ്പിൽ ശരിയാണ്, ആളൊക്കെ കണക്കാണ്, നമുക്ക് നേരത്തെ അറിയാവുന്നല്ലേ. അറിയാം. പിന്നെ അറസ്റ്റ് ചെയ്ത് മറ്റേ പുള്ളി അറസ്റ്റ് ചെയ്തല്ലോ, വിളിച്ചിരിക്കല്ലേ, ഹൈക്കോടതി പോകാണ്ടിരിക്കുമല്ലേ. നമ്മളെ പഠിപ്പിച്ച് പറഞ്ഞു ഒട്ടും ശരിയായില്ല. കാരണം ഈ കൃഷ്ണകുമാർ ആരെ വിലാസം ചെയ്ത് ഇല്ല അങ്ങനെ ഇല്ല, അത് ഞാൻ പറഞ്ഞ തെറ്റി പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. അവര് പഠിപ്പിച്ചാന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട്, പഠിപ്പിച്ചാണ്, പഠിക്കാത്ത പിള്ളേരെ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് പറഞ്ഞ എല്ലാവരും ശരിയാവും. ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഇല്ലാണ്ടായി നോക്കിയല്ലോ, ഇതൊക്കെ ആൾക്കാർ കേട്ടോണ്ടിരിക്കല്ലേ. ശരി ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ജാമ്യാപേക്ഷ CJM കോടതിയിൽ നൽകിയിട്ടുണ്ട് എന്ന് ഉള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നു. അപ്പോൾ MM ഹസൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം. അങ്ങനെ ഒരു തീരുമാനം രാഹുലിനെതിരെ ഉണ്ടായത് കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണെന്ന് പറയുന്നു. ജനങ്ങളുടെ മുന്നിൽ പാർട്ടിയുടെ ഇമേജാണ് ഇപ്പോൾ വർദ്ധിച്ചത് എന്നാണ് MM ഹസൻ പറയുന്നത്. ഏതായാലും അത് എനിക്കറിയില്ല വർദ്ധിച്ചിട്ടുണ്ടോ എന്ന്. ഏതായാലും വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രാഹുൽ ഒരു സംരക്ഷണവും പാർട്ടി നൽകില്ല എന്ന് പറയുന്നു. ഏതായാലും ചില ആളുകൾ ലഡു വിതരണം ചെയ്യുന്നുണ്ട്, അതിനുള്ള അവകാശമുണ്ടോ എന്ന് MM ഹസൻ ചോദിക്കുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം, ലഡുവൊക്കെ അവിടെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരെ അങ്ങോട്ട് പോരുന്നത്, ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് വിജയമോഹനൻ നായർ പറയുകയാണ്, അതായത് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഈ ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ അന്ന് പൊതുവേദിയിൽ ആളുകൾ ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു.
അപ്പോൾ അന്ന് ശ്രീ വിജയമോഹൻ എന്നോട് പറഞ്ഞു കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പോകാം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ പോകാത്തത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് അസുഖം വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരി, ഏതായാലും അങ്ങനെ ഒരു എന്താ ഒരു ഇത് ഏറ്റിട്ടുണ്ടെങ്കിൽ പോകാതിരുന്നാൽ ഇങ്ങനെ വരും എന്ന തരത്തിലാണ് ശ്രീ വിജയമോഹൻ നായർ എന്നോട് പറയുന്നത്. നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ക്ഷേത്ര സന്ദർശനം നടത്തി കഴിഞ്ഞ് അതുകൊണ്ടാണോ അസുഖം വന്നതെന്ന് അറിയില്ലല്ലോ. ശരി, അപ്പോൾ വി ഡി സതീശൻ പറയുന്നത് രാഹുലുമായി ഇപ്പോൾ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ്, പാർട്ടിക്ക് പുറത്താണ് രാഹുൽ, അപ്പോൾ സ്വയം തീരുമാനിച്ചോട്ടെ രാജിവെക്കണമെന്ന് വേണോ വേണ്ടതെന്നുള്ളത്, അറസ്റ്റ് ചെയ്യാത്തത് സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് വി ഡി സതീശൻ പരിഹസിക്കുന്നു. കോൺഗ്രസ് എന്നും സ്ത്രീപക്ഷത്ത് എന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നു. മാതൃകാപരമായ തീരുമാനമാണ് എടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീമതി സബീന എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി സബീന, ഇത് CPM പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇതൊരു മാതൃകാപരമായ നടപടിയെടുത്തു, ഇത് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ആ കോൺഗ്രസ്സുകാരുടെ ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ശ്രീമതി സബീന? ഇതിലിപ്പോ മനു രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വേണ്ടത്ര ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി ഇതിന്റെ കാണുന്ന വേറൊരു വെർഷനാണ് ഞാൻ കാണുന്നത്. എന്റെ മാത്രം അഭിപ്രായമാണ്. അപ്പൊ അതില് നമുക്കിതില് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിന് പുറത്ത് ഇത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഈ കക്ഷിക്ക് കുറവാണ്. അതിനുപരി ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങള് ഈ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും വലിയ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഇയാൾക്ക് വന്നിട്ടില്ല. ഇയാൾ ചെറുപ്പകാലത്ത് തന്നെ വലിയൊരു ലൈം ലൈറ്റിൽ വന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവ വൈകൃതം MLA ആകുന്നതിന് എത്രയോ മുമ്പേ ഉണ്ടെന്നാണ് നമ്മളിപ്പോ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അപ്പൊ അതുകൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. എന്റെ മകന് ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേ ഞാനെന്നൊരു അമ്മ എപ്പോഴും പറയുന്നത്, നീ ഇനി ആരെ അടിച്ചാലോ എന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് മാത്രം ഞാൻ കേൾക്കാൻ പാടില്ല. നീ ഏത് പെൺകുട്ടിയെ കണ്ടാലും നീ എന്നെ ഓർക്കുക. അങ്ങനെ ഒരു അവസരം ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാനെന്നുള്ളൊരു വ്യക്തി ഉണ്ടാവില്ല അമ്മയായിട്ട് എന്നുള്ളതാണ് ചെറുപ്പത്തിൽ. അത് എന്റെ ഒരു തീരുമാനമായിരുന്നു. അപ്പൊ അത് പാലിക്കുന്നു. അപ്പൊ അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പാലിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഇപ്പൊ ആൺകുട്ടികൾ പൊതുവെ പെൺകുട്ടികളോട് നമ്മൾ നന്നായിട്ട് മര്യാദയ്ക്ക് വളരാൻ പറയുന്നത് പോലെ ആൺകുട്ടികളെ നമ്മൾ കുടുംബത്തിൽ നിന്ന് നന്നായിട്ട് മര്യാദയ്ക്ക് തന്നെ വളർത്തുക എന്നുള്ളതാണ്. നമ്മൾ വളർത്തിയതിന് ശേഷം മാത്രമാണ് അത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. പൊതുസമൂഹത്തിലേക്ക് ഇപ്പൊ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇപ്പൊ ഈ വ്യക്തി പൊളിറ്റിക്സിൽ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ അല്ലെങ്കിൽ പോലും ഒരു സ്ഥാപനത്തിലോ എവിടെ ജോലിക്ക് പോയാലും ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വൈകൃതം ഉണ്ടെങ്കിൽ അവിടെയുള്ള സ്ത്രീകളായിട്ടുള്ള കൊളീഗ്സിനോടൊപ്പം ഇദ്ദേഹം ഇത് തന്നെ കാണിക്കുമായിരിക്കും. അല്ലെങ്കിൽ വേറെ പുറത്തു നിന്നുള്ള ആൾക്കാരോട് കാണിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത് സംസാരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു സ്വഭാവ വൈകൃതം, അത് ഇൻബിൽട്ടായിട്ട് അവരുടെ ക്യാരക്ടറിൽ തന്നെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, പാർട്ടിക്കാരാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്ലാസ് കൊടുത്ത് വളർത്തിയതെന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടിപരമായിട്ടല്ല ഞാനിപ്പോ ഇതിനെ സംസാരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായിട്ട് നമ്മൾ കാണേണ്ടതും ഇദ്ദേഹത്തിനുള്ള ഒരു സ്വഭാവ വൈകൃതമായിട്ടാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ വേറൊരു പാർട്ടിന്റെ അപ്പുറത്തേക്ക് ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത് ഷാഫി പറമ്പിൽ ഇയാളെ കൊണ്ടുവരുന്നു. പാലക്കാട് ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി വരുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ കൈകഴുകി പോകാൻ പറ്റും? KSUവിലൂടെയാണ് ഇയാൾ കടന്നു വരുന്നത്. 2020 മുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ, ചാനൽ ചർച്ചകളിൽ ഒക്കെ ശ്രദ്ധാകേന്ദ്രമായി ഈ അടൂർ സ്വദേശി 2023 കേരള രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ ഒരു താരമായത് ആക്കിയത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. ഉമ്മൻചാണ്ടിയെ, രമേശ് ചെന്നിത്തലയെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇയാളെ ആ സ്ഥാനത്ത് അവരോധിച്ചത്. പിന്നീട് അവിടെ അന്ന് പലരുടെയും പേരുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. JS അഖിലിനെ പോലെ, അബിൻ വർക്കിയെ പോലുള്ളവരെല്ലാം തഴയപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അതിനൊക്കെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഒടുവിൽ അയാൾ പലപ്പോഴും പല ആളുകളും ഇത് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് തുടർന്നു. ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം അയാൾക്കില്ലേ? വരും, ഉറപ്പായിട്ടും വരും. കാരണം ഇങ്ങനൊരു സ്വഭാവ വൈകൃതം ഉണ്ടെന്നുള്ളത് ഇപ്പൊ സുഹൃത്തുക്കളുടെ വലയത്തിലാണെങ്കിൽ പോലും അവരത് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരാളിനെ ഇങ്ങനെ പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തേക്ക് അവര് നോമിനേറ്റ് ചെയ്യരുത്. കാരണം ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് വരുന്നത് വരെ ഒന്ന് പുറത്ത് നിർത്തിയിട്ട് കുറച്ചുകൂടെ ഒരു
ഒരു രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു എക്സ്പീരിയൻസ്, എല്ലാ ഭാഗത്തും ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ. ഇപ്പൊ ഈ കക്ഷിക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർക്ക് ഈ ഏജിന്റെ ഒരു കുട്ടിക്കളിയാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ളതുപോലെ. ഇതിനെ ഒരു വളരെ ലാഘവത്വത്തോട് ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് അത്യാവശ്യം വേണ്ടുന്ന ചില ക്വാളിറ്റീസ് ഇവരിലൊക്കെ ഒരുപാട് മിസ്സിംഗ് ആയിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് എപ്പോഴും സ്ത്രീകളോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആവശ്യമാണ്. കാരണം അവര് സമൂഹത്തില് ഒരു റോൾ മോഡൽസ് ആയിരിക്കേണ്ടവരാണ്. അവരിൽ നിന്ന് പലരിൽ നിന്നും ഇതിപ്പോ മിസ്സിംഗ് ആണ്. ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഏജ് എന്നുള്ളതിനുപരി ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോടും എന്തും ആകാം, ആരോട് എന്തും പറയാം. ലേഡീസിന് പൊതുവെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ലേഡീസ് ഒരു പരാതി പറഞ്ഞാൽ അവരെ വലിച്ചു കീറാം, അല്ലെങ്കിൽ അവരെ പരക്കെ അസഭ്യം പറയാം, പറഞ്ഞുകൊണ്ട് അവരുടെ നാവടപ്പിക്കാം. ഇതൊക്കെ ഇന്നത്തെ ഒരു ട്രെൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊന്നും പാടില്ല എന്നുള്ളതാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ, അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിന് അവരെ തടയിടുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നിന്നാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഇതിന് തടയിടണം. എന്നാൽ മാത്രമേ ഈ ഓരോ ആൺകുട്ടികളുടെ അമ്മമാർക്ക് ഇതിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ ഡ്യൂട്ടിയാണ് ഒരു ആൺകുട്ടിയെ എങ്ങനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടണം എന്നുള്ളത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കുടുംബക്കാർക്കുണ്ട്. അല്ലാതെ ഇന്നലെ വന്ന രാഷ്ട്രീയക്കാർക്കോ കൂടെ നിൽക്കുന്നവർക്കോ അണികൾക്കോ ഇവരൊക്കെ അതിനുശേഷമേ വരത്തുള്ളൂ. അവരൊക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് പ്രിലിമിനറി ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഫ്രം ദ ഫാമിലി ഇറ്റ് സെൽഫ് എന്നേ ഞാൻ പറയുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ സ്കറിയാണ്. ശ്രീ സ്കറിയ, നമസ്കാരം മനു. നമസ്കാരം. കണ്ടിട്ട് കുറെ കാലമായല്ലോ. കുറച്ച് കാലമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ അസുഖബാധിതനായി ആശുപത്രിയിലായി. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഇതായി. അപ്പോൾ പിന്നെ മടങ്ങി വന്നു. ഏതായാലും ചികിത്സ പൂർത്തിയാക്കി. സുഖം പ്രാപിച്ചു വരുന്നു അല്ലേ? അതെ, ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. നമ്മുടെയൊക്കെ നാട്ടില് സുഖം പ്രാപിക്കുന്ന എങ്ങനെയാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ തല തന്നെ പുണ്ണായി പോകും. നമുക്കത് ഇപ്പൊ സബീന ചേച്ചി പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയ വിജയിപ്പുണ്ട്. ആണുങ്ങളെ മാത്രം, കുട്ടികളെ വളർത്തുന്നത് മാത്രം കുടുംബത്തിൽ നിന്ന് പോരാ. ആണുങ്ങളെക്കാളും ശരിക്കും വളർത്തേണ്ടത് പെൺപിള്ളേരെയാണ്. കാരണം എന്താ വെച്ചാൽ പെൺപിള്ളേര്, എനിക്ക് 2 പെൺപിള്ളേരാണ്. ഞാൻ 3 പെങ്ങന്മാരും ഉണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നല്ല. ഇന്നത്തെ പൊതുസമൂഹത്തിൽ സ്ത്രീകളുടെ നടപ്പും പോക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നല്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ സ്ത്രീ വിരുദ്ധ പരാമർശമായി പോകും കേട്ടോ. ആളുകളത് ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടോ അല്ലെങ്കിൽ ഏതൊരു പുരുഷൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിജീവിതയാണ്. ജീവിതയുടെ പേര് പറയത്തില്ല, അതിജീവിക്കുക. അപ്പൊ ഈ പുരുഷനെ എന്ത് വേണേലും ചെയ്യാം. പുരുഷനെ എനിക്ക് തോന്നുന്നു ശ്രീ സ്കറിയയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ ബന്ധം. ഓക്കെ, ഞാൻ ശ്രീ സ്കറിയയിലേക്ക് തിരിച്ചു വരാം. ഹരിദാസൻ എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ ഹരിദാസൻ, കേൾക്കാമോ? ഹലോ മനു, ഞാന് ദാസൻ കണ്ണൂരാണ്. ഓക്കെ. നിങ്ങൾ നേരത്തെ കട്ടാക്കെ പോയിട്ട് ഞാൻ നിങ്ങൾ കാണിക്കുന്ന പെരുമാറ്റം നേച്ചുറലാണ്. ഞങ്ങൾക്ക് ഒരു അഭിനയം എനിക്ക് അറിയില്ല. കട്ടായതല്ല, അതിലെന്തോ ടെലിഫോൺ ബന്ധം. ഞാൻ പറയുന്നത് സയാമി ചിരട്ടകളാണ്. അത് രാഹുൽ മാങ്കൂട്ടും സാഫി പ്രവരും. ഞാൻ പറഞ്ഞ ഭാഷകളാണ്. എന്നുവെച്ചാൽ ഇവനെ നിക്കുന്ന കാട് പോയി മറ്റൊന്നും അറിയാം. ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത്. നിങ്ങളെ അവഗണിച്ചത് അത് ശരിയില്ല. അങ്ങനെ പാടില്ല. ഞാൻ അങ്ങനത്തെ ആളെയല്ല. ഞാൻ 100% കറക്റ്റ് ആയ മനുഷ്യനാണ്. ആരെ അവഗണിച്ചു? ശ്രീ ദാസനെയാണ്. ശ്രീ ദാസൻ നമ്മുടെ പൊതുവേദിയുടെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. അങ്ങേ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ്? ഞാൻ അങ്ങനത്തെ ആളെയല്ല. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ അങ്ങനത്തെ ആളെയല്ല. ഞാൻ 100% സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. വിലയിരുത്തുന്ന ആളാണ്. എല്ലാ കാര്യത്തെ പറ്റും. എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവില്ല. അല്ല, ഞാൻ എന്താണ് അവഗണിച്ചു എന്നുള്ള ഒരു പരാതി ടെലിഫോൺ ലൈനിൽ പെട്ടെന്ന് ഞാൻ മട്ടം പറഞ്ഞ് കേട്ട് നിങ്ങൾ അപ്പാടെ കട്ടായി കഴിഞ്ഞാൽ കേൾക്കുന്നില്ല പാട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കട്ടാക്കിയതാണെന്നോ? അത് ശ്രീ ദാസൻ നമ്മൾ ടെലിവിഷൻ അങ്ങ് പറയുമ്പോൾ അതിന്റെ ഓഡിയോ ഇവിടെ ബ്രേക്ക് ചെയ്താണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങേക്ക് ഇത് ഞാൻ അങ്ങേ ഒഴിവാക്കിയതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ഇത് യൂട്യൂബിൽ അഭിപ്രായം പറയാം. ഈ രാഹുൽ മാങ്കൂട്ടിനെ പറ്റി പറഞ്ഞാല് ഇയാളെ നമുക്ക് ഈ പൊതുസമൂഹത്തിന് ഒരിക്കലും അങ്ങേക്ക് ഒരു 100-ലധികം പെണ്ണുകാരിയൊക്കെ ബന്ധമുണ്ട്. 100-ലധികം പല കുട്ടികളും പുറത്തു പറയുന്നില്ല. അങ്ങനെ കുഞ്ഞു മക്കളെ, പെൺകുട്ടികള് ഇയാളെ ഒരു MLA ആണ്, ഭാവി മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പ്രാപിക്കാൻ വേണ്ടി കുറെ പെൺകുട്ടികൾ കഷ്ടമായിട്ട് പറയാം. അവരിങ്ങനെ ഇയാളെ ഒരു ഭാര്യയായി കഴിഞ്ഞാൽ അതിന്റെ ഭാവി ജീവിതം സുരക്ഷിത കുറെ പെൺകുട്ടികള്
ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇയാള് മുതലെടുത്തിട്ടുണ്ട്. ഇയാൾ ശരിക്കും ക്രിമിനൽ പുലിയാണ്. ജാർഖണ്ഡിലുള്ള ആൾക്കാരെ പോലത്തെ ഉത്തരേന്ത്യയിലെ ശരിക്കും ഇവൻ മരിക്കുന്നവർ ജന കഴിയുന്ന പുലിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അധികം പറയുന്നത് സാധനം പറയരുത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ദാസൻ കണ്ണൂർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടെലിഫോൺ ലൈൻ കട്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ശ്രീ ദാസൻ കണ്ണൂർ. മാത്രമല്ല അതേ ശ്രീകണ്ഠാപുരത്ത് വരുമ്പോൾ എനിക്ക് വേണ്ട രീതിയിലുള്ള സൽക്കാരം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ടെലിഫോൺ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ടെലിഫോൺ ലൈനിലെ പ്രശ്നം കൊണ്ടാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ശ്രീ രാജൻ നമുക്കൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, എവിടായിരുന്നു ഇത്ര നാള്? ഞാൻ വിചാരിച്ചു പുതിയ ചാനൽ വല്ലതും തുടങ്ങാൻ പോയതോ വല്ലോ ആണെന്നാ ഞാൻ വിചാരിച്ചു. പിന്നീടാ ഞാൻ അറിഞ്ഞത് അസുഖമായിരുന്നെന്ന്. രാഹുലിന്റെ അസുഖമൊന്നും അല്ലല്ലോ. ഏതായാലും മനുവിനെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വിരോധം തോന്നല് കേട്ടോ. എന്നിട്ട് ജയചേച്ചി പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാ ഉള്ളത്. എന്താ രാഷ്ട്രീയ ഭാഗം തൊലഞ്ഞെന്നോ? ഈ കോൺഗ്രസിലെ ഒരു 20 പേരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സൂര്യനെല്ലി കുര്യന്, PK കുഞ്ഞാലിക്കുട്ടി, എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെ നാട്ടുകാരുടെ എല്ലാം പേര് അറിഞ്ഞുതരാം. രാഹുൽ ചെയ്ത അങ്ങനല്ല, വിൻസെന്റ് ചെയ്ത പോലല്ല. 12 പേരുണ്ട് ഇപ്പൊ തന്നെ. ഇപ്പൊ മൂന്നാമത്തെ ആളും പരാതി പറയാൻ തുടങ്ങുന്നതാണ് ഞാൻ കേട്ടത്. അപ്പൊ അതും കൂടെ വരുമ്പോ നല്ല ഭംഗിയാവും. ഇവനെ 4 വർഷം മുമ്പ് ഇവനെതിരെ പിന്നെ പരാതി വന്നതാ ഷാഫി പറമ്പിലിന്റെ അടുത്ത്. ഷാഫി പറമ്പിൽ ആരാ? കള്ളന് കഞ്ഞി വെച്ചോ, മനസ്സിലായല്ലോ. ഇതുപോലുള്ള ആൾക്കാരെ പണ്ടേ മാറ്റി നിർത്തേണ്ടിയായിരുന്നു. ഇനി കോൺഗ്രസ്സുകാരുടെ വലിയ പറഞ്ഞുകൊണ്ടതാ സ്പോർട്സ് മന്ത്രി അങ്ങനെ ചെയ്തെന്ന്. നെഹ്റു നല്ലവനായിരുന്നോ? നെഹ്റുവിന്റെ കഥകൾ പിന്നെ 77-ലെ മനോരമ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. ഇന്ദിരാജി നല്ലതായിരുന്നോ? വീരേന്ദ്ര ബ്രഹ്മരായ ആരാന്ന് ചോദിച്ചേ. അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധി മരിച്ചുപോയെ സ്വന്തം അമ്മ കൊന്നതാ സോണിയാനെ കാണിച്ചിട്ട്. അതുപോലെ രാഹുൽ ഗാന്ധി ഇവിടെ കോട്ടയത്ത് വന്നാലേ ഈ സോണിയ ഈ കോൺഗ്രസിന്റെ കൂടപ്പറപ്പാണ്. രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്ന ആളല്ലേ ഇന്ദിരാഗാന്ധി. ശരി, അപ്പൊ ഒരു മിനിറ്റ്. ശരി, അപ്പൊ നമ്മൾ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി ആയിരുന്ന ഒരാളാണ്. അവരൊരു തെളിവില്ലാതെ അടിച്ചു വിടുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. മനോരമ പേപ്പർ എടുത്ത് നോക്കാൻ പറ. 77-ലെ പേപ്പറിനകത്തുണ്ട്, ഇഷ്ടം പോലെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കാം. ഓക്കെ, ഏതായാലും ഞാനത് വിശ്വസിക്കുന്നില്ല. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. വേറെ ആളുകൾ നിൽക്കുന്നുണ്ടാണ്. ഓക്കെ, അപ്പോൾ പി രാജീവ് മന്ത്രി പറയുന്നതെന്ന് വെച്ചാൽ രാഹുലിനെതിരായ നടപടിയിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം. അതാണ് ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നതെന്ന് പി രാജീവ് പറയുന്നു. ഒരു പാർട്ടിയും ചെയ്യാത്ത ചേർത്തുപിടിക്കലും അംഗീകാരവുമാണ് കോൺഗ്രസ് നൽകിയത്. പരാതികൾ വന്നിട്ടും നടപടികളെടുക്കാതെ പദവി നൽകി. കോൺഗ്രസ്സാണ് ഈ അവസ്ഥ സൃഷ്ടിച്ചത് എന്നും അത് പറയുന്നു. എല്ലാ പ്രോത്സാഹനവും നൽകിയത് കോൺഗ്രസ് ആണ് എന്ന് രാജീവ് ആക്ഷേപിക്കുന്നു. എന്നിട്ടും ഇപ്പോൾ കോൺഗ്രസ് ധീരമായ നടപടി എന്ന് പറയുന്നു. ഒരു ഗത്യന്തരവുമില്ലാതെയാണ് അവർക്ക് പുറത്താക്കേണ്ടി വന്നത് എന്നാണ് പി രാജീവിൻ്റെ ആക്ഷേപം. ഷാജി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഷാജി, നമസ്കാരം. മനു, പിന്നെ കാരണം ഈ രാഷ്ട്രീയത്തിനകത്ത് പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ, അതായത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു പരസ്പരം ഒരു ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പുരാതന രാഷ്ട്രീയം വീക്ഷിക്കുമ്പോഴെല്ലാം കണ്ടുവന്ന ഒരു കാര്യം, സംസാരത്തിലുമൊക്കെ. പക്ഷെ ഇദ്ദേഹം ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധയിൽപ്പെട്ടുള്ള എടോ വിജയ, അദ്ദേഹത്തിന്റെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ സജീവമായി നിൽക്കുന്നതിൽ ഏറ്റവും പ്രായം ഉള്ള ഒരു നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. പോരാത്തതിന് കേരളത്തിലെ അയാളുടെ സംബോധന ഇതേ കണക്കാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ നികൃഷ്ടമായിട്ടുള്ള സംബോധനകൾ, അത് കണക്കിന് ധിക്കാരത്തിന്റെ മകുട ഉദാഹരണം കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് നിലമ്പൂർ ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് എല്ലാരെയും പരിശോധിക്കും. പിന്നെ ഒരു പോലീസ് ഓഫീസേഴ്സ് ഇലക്ഷൻ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ എൻഫോഴ്സ്മെന്റ് അവർ പെട്ടിയൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്ക് ആ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞെന്തോ ഇയാൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാമെന്ന് പറയാൻ, ഞാൻ ഇനി അങ്ങ് മന്ത്രിയാവുമ്പോൾ തന്നെ ഞാനത് ഷാജി പറഞ്ഞപ്പോൾ അത് ഓർത്ത് ഇപ്പൊ പോലീസുകാരൻ അവിടെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും അല്ലേ, ഞാൻ കാണിച്ചു തരാം, എന്റെ വണ്ടി വെച്ചിട്ടുണ്ടെന്ന്. ഇയാളുടെ വിചാരം എന്താണ്? അത് ജയമാടത്തോട് ശക്തമായി അവരോട് എനിക്ക് 60 വയസ്സുണ്ട്, അവര് ഏകദേശം അല്ലെങ്കിൽ 60 കഴിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ അവരോട് ശക്തമായ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് പറയുകയാണ്. അവന്റെ രാഷ്ട്രീയ ഭാവി പോയതിലാണ് അവർക്ക് വിഷമം. ഇവനോട് പരാതി പറഞ്ഞ ഒരു സ്ത്രീയാണ് ഇവൻ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. സ്ത്രീ ഒരു പരാതി പറയാനായിട്ട് ഭർത്താവ് ഒരാളുമായിട്ട് ലീവിംഗ് ടുഗദർ ആയിരുന്നു, കുറച്ചുനാൾ ജീവിച്ചു, അപ്പൊ ഞങ്ങൾ പിണക്കത്തിലാണ്, അത് പരിഹരിക്കാനായിട്ട് സമീപിച്ചതാണ് ഇദ്ദേഹം
വശത്താക്കി വിനിയോഗിച്ചിട്ട് അതിന്റെ ഓഡിയോയും വീഡിയോയും ഒക്കെ പല ആവർത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വശംവദരാക്കി എന്നുള്ളതാണ് പ്രത്യക്ഷത്തിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുത്തിനെയാണ് വന്ന് ഈ മാഡം വന്ന് പിന്നെ ന്യായീകരിക്കുക, അവന്റെ രാഷ്ട്രീയമായി പോയതിലുള്ള വ്യാകുലത പറയുന്നത്. പിന്നെ മുകേഷിന്റെ പ്രശ്നം അല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അത് അവരുടെ സ്ത്രീയാണ്, അങ്ങനൊന്നും പറയാൻ പാടില്ല. പിന്നെ എനിക്ക് വേറെ കാര്യത്തിലൊന്നും അവരോട് അഭിപ്രായം, രാഷ്ട്രീയം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് എന്റെ രാഷ്ട്രീയം ആവണമെന്നില്ല എല്ലാവരുടെയും, അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് അത് കണക്ക് തന്നെ ഈ മുകേഷിന്റെ കാര്യമായിട്ട് ഇതിനെ സമീകരിക്കരുത്. ഇതേപോലെ ഒരു പ്രശ്നം കേരള രാഷ്ട്രീയത്തിൽ എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഈ പിന്നെ ഒന്നിൽ കൂടുതൽ അവർ അറിയാൻ കഴിഞ്ഞത് ഒരു മുൻ എം പിയുടെ മകളെ വരെ സമീപിച്ചു. അത് എന്തായി തീർന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അവരൊന്നും നിഷേധിച്ചിട്ടൊന്നുമില്ല. അപ്പോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഇയാള് പിന്നെ പെട്ടെന്ന് നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അതിൽ അങ്ങ് പറഞ്ഞ കൃത്യമാണ്. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. അതിൽ ശ്രീ ഷാജി നമ്മുടെ പൊതുവേദി സ്ഥിരം പ്രേക്ഷകനാണ്. ദീർഘനാളെ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ പുരുഷനാണ് അതിജീവിത എന്ന് എന്നോട് ഷിജു പറയുന്നു. ഓക്കെ, അപ്പോൾ സുനിൽകുമാറും ഒക്കെ ജിയോവ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജിയോ പറയുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നില്ല, ഇങ്ങനെ ഓക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഷാജി ചേട്ടാ നന്ദി. മനുവിന് സാർ 2 വട്ടം ഇത് ചോദിച്ചു പറഞ്ഞല്ലേ, നന്ദി. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ ശരത്തല്ലേ ഒറ്റ വരിയിൽ തീർക്കാറായി, സമയം കഴിഞ്ഞു. അവസാന ഘട്ടത്തിലേക്ക് കടങ്ങുകയാണ്. അപ്പോ എനിക്ക് പറയുന്നത് യൂത്ത് ആയിട്ടുള്ള കോൺഗ്രസിന്റെ യൂത്ത് ആയിട്ടുള്ള നേതാക്കള് ആണ് ഇവര്. അപ്പം ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടമായാലും. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാവും ഇവർക്ക് രാഷ്ട്രീയത്തിൽ. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും അതേപോലെ തന്നെ ഇദ്ദേഹം ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ഇദ്ദേഹം യൂത്ത് ആണല്ലോ, അവര് ആണ് മുന്നിൽ നയിക്കേണ്ടത്. പക്ഷെ ഇതിപ്പോ ആകെ മൊത്തത്തില് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വെല്ലുവിളിയിലോട്ട് കടന്നു പോവുകയാണ് ഈ സാഹചര്യം. അതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. അപ്പോൾ പി രാജീവ് പറയുന്നത് മാതൃകാപരമായ നടപടിയെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ 2 നിയമസഭാ അംഗങ്ങൾ ഉണ്ടല്ലോ കോൺഗ്രസിൽ, അവരെ കൂടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ്. ഇതൊരു ഗത്യന്തരമില്ലാതെ എടുത്ത നടപടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. യൂട്യൂബിൽ ഞാൻ ചോദിച്ച ചോദ്യം ഷാഫി പറമ്പിലിന് ഇത് വിനയാകുമോ എന്നതായിരുന്നു. രാഹുൽ കേസ് ഷാഫിയെ പ്രതിരോധത്തിലാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 58% ആളുകൾ പക്ഷേ ഷാഫിയെയാണ് പിന്തുണയ്ക്കുന്നത്. അങ്ങനെ പ്രതിരോധത്തിലാക്കില്ലെന്ന് പറയുന്നു. പക്ഷേ 42% ആളുകൾ ഷാഫിയെ ഇത് പ്രതിരോധത്തിലാക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ തുടർ വാർത്തകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.